Hello, welcome to the Travel with us. ഇന്ന് ഞാനിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഗോഡോക്സ് കമ്പനിയുടെ AD600 Pro എന്ന ഗോഡോക്സ് കമ്പനിയുടെ ഉയർന്ന ശ്രേണിയിലുള്ള ഒരു ലൈറ്റാണ്. ഇത് 600 വാട്ട് സെക്കൻഡ് ഔട്ട്പുട്ട് തരുന്ന ഒരു ഫ്ലാഷ് ലൈറ്റാണ്. ഇത് 36 വാട്ട്സ് മോഡൽ ലാമ്പുള്ള LED മോഡൽ ലാമ്പുള്ള ഒരു ലൈറ്റാണ്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ യൂസേഴ്സ് മാനുവൽ, ഗോഡോക്സ് ലൈറ്റുകൾ, പ്രോ ലൈറ്റുകളെ കുറിച്ചുള്ള എല്ലാ കാറ്റലോഗ്, എല്ലാ ലൈറ്റുകളെയും അതിൻ്റെ മോഡിഫൈസിനെല്ലാം കുറിച്ച്. ഇതെൻ്റെ വാറൻറ്റി കാർഡാണ്. ഇതെൻ്റെ ചാർജറാണ്, AC അഡാപ്റ്റർ, ഇതിൻ്റെ കേബിൾ, ഇതിൻ്റെ ബാറ്ററി പാക്ക്, ഇതാണ് എൻ്റെ ഫ്ലാഷ് ട്യൂബ്. 600 വാട്ട് സെക്കൻഡ് ഔട്ട്പുട്ട് വരുന്ന ഫ്ലാഷ് ട്യൂബാണ്. ഇനി ഇതിൻ്റെ മെയിൻ നമ്മുടെ ലൈറ്റ് ഇതാ എടുത്തു. ഇത് നമുക്ക് ബാറ്ററി ഫിക്സ് ചെയ്യാം. ഫസ്റ്റ് ഇത് ക്യാപ്പാണ്, പ്രൊട്ടക്റ്റ് ക്യാപ്പ്. ഇനി നമുക്ക് റിഫ്ലക്റ്റർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഫ്ലാഷ് ട്യൂബ് ഇൻസ്റ്റാൾ ചെയ്യാം. വളരെ സിമ്പിളാണ്. ഈ പിന്നുകൾ നോക്കി ഇതിൽ കയറ്റിയാൽ മാത്രം മതി. ഓക്കെ, ഫ്ലാഷ് ട്യൂബ് കണക്ട് ചെയ്ത് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. റിഫ്ലക്ടർ, സ്റ്റാൻഡേർഡ് റിഫ്ലക്ടർ വരുന്നത് കണക്ട് ചെയ്യാം. ഇതാണ് ലൈറ്റ്. ഇനി ഇതിൻ്റെ പവർ ബട്ടൺ താഴെയാണ്. ഹെൽപ്പ് ലോങ് പ്രസ് ചെയ്താൽ ഓണായി. AD600 ഇതൊരു പ്ലാസ്റ്റിക് ഹാൻഡിലായിരുന്നെങ്കിൽ ഇത് അലൂമിനിയം അലോയ് ആയി. ഇത് വളരെ സ്മൂത്തായി റൊട്ടേറ്റ് ചെയ്യാം. ഇതിനു മുമ്പുള്ളതൊരു ബ്രേക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടേ ഇത് റൊട്ടേറ്റ് ചെയ്യുള്ളായിരുന്നു. ഇതിപ്പോൾ വളരെ സ്മൂത്തായി, നല്ല ക്വാളിറ്റിയിലാണ്, നല്ല ഫിനിഷിലുമാണ് ഈ സ്റ്റാൻഡിൻ്റെ അഡാപ്റ്റർ ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഹാൻഡിൽ വളരെ സ്ട്രോങ് ആണ്. എന്തായാലും നല്ല ഫിനിഷിങ്ങും നല്ല ക്വാളിറ്റിയുമാണ് ഈ ലൈറ്റ് ബിൽറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഫാൻ എയർ സക്ക് ചെയ്യുന്ന ഹോളാണ്. ഇൻപുട്ട് ഇതിലെ, ഔട്ട്പുട്ട് ഫ്രണ്ടിൽ കൂടെ ട്യൂബിൻ്റെ സൈഡിൽ കൂടെയാണ്. ഇനി നമുക്കിതിൻ്റെ ഓപ്പറേഷൻ നോക്കാം. ഇത് ഞാൻ നേരത്തെ കാണിച്ച പോലെ പവർ ബട്ടണാണ്. ഈ താഴെയായിട്ടാണ് വരുന്ന ലൈറ്റിൻ്റെ ഹാൻഡിലിനോട് ചേർന്ന്. അത് പ്രസ് ചെയ്താൽ ഓൺ ആകും. പിന്നെ ഇതിൻ്റെ ഓപ്പറേഷൻ ഞാൻ പറയാം. 3 മോഡുകളാണുള്ളത്. മാനുവൽ മോഡ്, മൾട്ടിപ്പിൾ ഫ്ലാഷ്, TTL. മാനുവൽ മോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മാനുവലായി ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രിഗറിൽ കൺട്രോൾ ചെയ്യാം. മൾട്ടിപ്പിൾ ഫ്ലാഷ് ആകുമ്പോൾ ഒരു ട്രിഗറിങ്ങിൽ എത്ര ഫ്ലാഷ്, ഒരു സെക്കൻഡിൽ എത്ര ഹെഡ്സ്, എത്ര സെക്കൻഡ് ഗ്യാപ്പിൽ ഫയർ ചെയ്യണം എന്നുള്ളത് നമ്മളിതിൽ സെറ്റ് ചെയ്താൽ അതനുസരിച്ചിട്ട് ഒരു ക്ലിക്കിൽ അത്രയും ഫ്ലാഷ് അടിക്കും. അടുത്തത് TTL ആണ്. നമ്മുടെ ക്യാമറ സ്പീഡ് ലൈറ്റിലൊക്കെ ഉള്ള പോലെ ത്രൂ ദ ലെൻസ്. അപ്പോൾ നമുക്ക് ക്യാമറയെ എത്ര എക്സ്പോഷറാണോ റീഡ് ചെയ്യുന്നത്, ആ റീഡ് ചെയ്യുന്നത് വെച്ചിട്ട് എത്ര ഫ്ലാഷിൻ്റെ ഔട്ട്പുട്ട് വേണം, അതനുസരിച്ചിട്ട് കമാൻഡ് കൊടുക്കുന്നത് വെച്ചിട്ട് ഫ്ലാഷിൻ്റെ ഔട്ട്പുട്ട് ട്രിഗർ ചെയ്യുന്നതാണ്. അതാണ് TTL. ഇത് വയർലെസ് ട്രാൻസ്മിഷൻ്റെ സിഗ്നലാണ്. അത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ട്രിഗർ ഫയർ ചെയ്താൽ ഫ്ലാഷ് ഫയർ ചെയ്യില്ല. ഇത് ഓൺ ചെയ്താൽ ട്രിഗർ ഫയർ ചെയ്യുമ്പോൾ ഫ്ലാഷ് ഫയർ ചെയ്യുന്നു. ഇത് ഗ്രൂപ്പ് ചാനൽ, ഇത് രണ്ടും ചേഞ്ച് ചെയ്യാനുള്ള, അത് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചാണ്. ഓരോ പ്രസ്സിൽ ഓരോ ഗ്രൂപ്പും മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ 5 ഗ്രൂപ്പാണുള്ളത്, A to E. ഇത് ലോങ് പ്രസ് ചെയ്താൽ ചാനൽ മാറ്റാം. ഇത് നമുക്ക് ഏത് ചാനലാണോ മാറ്റേണ്ടത് അതനുസരിച്ചിട്ട് 32 ചാനലുണ്ട്. 32 ചാനലുകളിലും നമുക്ക് ഏത് ചാനൽ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതാണ് ചാനൽ. ഇനിയുള്ളത് ഹൈ സ്പീഡ് സിങ്കർണൈസേഷൻ്റെ സ്വിച്ചാണ്. നമുക്ക് ക്യാമറ ഫ്ലാഷ് സിങ്കർണൈസേഷൻ സ്പീഡ് 200 or 250 ആയിരിക്കും. അപ്പോൾ അതിനേക്കാൾ മുകളിൽ ഉള്ള ഷട്ടർ സ്പീഡ് യൂസ് ചെയ്യുമ്പോൾ ഈ ഫ്ലാഷ് സിങ്കർണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ്. അപ്പോൾ ഇത് ഓൺ ചെയ്താൽ ഇനി ക്യാമറ 250യേക്കാൾ മേളിലാണെങ്കിലും ഫ്ലാഷ് കറക്റ്റായിട്ട് ഹാഫ് ഷട്ടർ വീഴാതെ സിങ്കർണൈസ് ആവും. ഇത് ഓഫ് ചെയ്താൽ അങ്ങനെ ആവില്ല. 250ക്ക് മേളിൽ ഫയർ ചെയ്താൽ ഹാഫ് ലൈറ്റ് അല്ല ക്വാർട്ടർ അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര ഷട്ടർ സ്പീഡ് കൂടുന്ന വെച്ചിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. അതിനുള്ള ഹൈ സ്പീഡ് സിങ്കർണൈസേഷൻ സ്വിച്ചാണിത്.
ഇത് ഫ്ലാഷിൻ്റെ മോഡലിംഗ് ലാമ്പിൻ്റെ സ്വിച്ചാണ്. ഇത് പ്രസ് ചെയ്താൽ ഇതിപ്പോൾ ഓഫ് പൊസിഷനിലാണ്. ഇനി ഇത് പ്രസ് ചെയ്താൽ ഇത് 20% ആണ്. അപ്പോൾ 20% ഔട്ട്പുട്ട് ഈ മോഡൽ ലാമ്പിന്, ഈ 38 വാട്ട്സ് മോഡൽ ലാമ്പിൻ്റെ 20% ഔട്ട്പുട്ട് ഒരു ഓപ്ഷനാണ്. അടുത്തത് പ്രൊപ്പോർഷനേറ്റായിട്ട് ഔട്ട്പുട്ട് വരും. അത് നമ്മുടെ ഫ്ലാഷിൻ്റെ പവർ നമ്മൾ എത്ര കൂട്ടുന്നോ അതനുസരിച്ച് ഫുൾ ഔട്ട്പുട്ട് വരും. അത് കുറയ്ക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ഔട്ട്പുട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ 3 ഓപ്ഷനാണുള്ളത്. ഈ മോഡൽ ലാമ്പിൻ്റെ സ്വിച്ച് ഒന്ന്, ഇത് എത്ര പെർസെൻറ്റേജ് മോഡൽ ലാമ്പിൻ്റെ ഔട്ട്പുട്ട് വേണം അത് നമുക്ക് സെറ്റ് ചെയ്യാം. അതിങ്ങനെ ലോങ് പ്രസ് ചെയ്താൽ അതിന് റെഗുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമുക്കിത് കൂട്ടുന്ന വെച്ചിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് കൂടിക്കൊണ്ടിരിക്കും. 100% വരെ ഇടാം. ഇതെല്ലാം വളരെ കുറച്ച് മതിയെങ്കിൽ നമുക്ക് എത്ര പെർസെൻറ്റേജ് ഇടണമോ അതിൻ്റെ ഫുൾ ഔട്ട്പുട്ടിൻ്റെ എത്ര പെർസെൻറ്റ് വേണം നമുക്ക് 10% വരെ കുറച്ചിടാം. പിന്നെ ഇത് ഈ ഫ്ലാഷിൻ്റെ ബീപ്പ് സൗണ്ടാണ്. ഫ്ലാഷ് റെഡിയാണോ അല്ലയോ എന്നുള്ളത്. ഇത് ഓഫ് ചെയ്താൽ, നമ്മൾ ഫ്ലാഷ് ട്രിഗർ ചെയ്താൽ ആ ബീപ്പ് സൗണ്ട് കേൾക്കില്ല. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഷ് ഫയറിന് ശേഷം അടുത്ത ചാർജിങ് റെഡിയാകുന്നതിൻ്റെ ബീപ്പ് സൗണ്ട് കേൾക്കും. ഓഫ് ചെയ്താൽ ഇത് കേൾക്കില്ല. ഇനി നമുക്ക് മെനുവിലേക്ക് പോകാം. മെനുവിൽ കളർ കറക്ഷൻ ഓൺ ഓഫ് ഉണ്ട്. ഓഫ് ചെയ്തിട്ടാൽ +or-200 കെൽവിൻ വേരിയേഷൻ വന്നേക്കാം ലൈറ്റിൻ്റെ ഔട്ട്പുട്ട്. ഇത് ഓൺ ചെയ്തിട്ടാൽ അത് 75% മാത്രമായി കുറയും. ഇനി ഇതിൻ്റെ സ്ലേവ് ഓപ്ഷനെ കുറിച്ച് നോക്കാം. സ്ലേവ് ഓഫാണ് ഒന്ന്. സ്ലേവ് വേറെ ഫ്ലാഷ് ഒന്ന് ഫയർ ചെയ്താൽ ഇത് സ്ലേവായി വർക്ക് ചെയ്യില്ല. ഇനി സ്ലേവ് 1ൽ ഇത് നോർമൽ ഒരു ഫ്ലാഷ്, ഒരു സ്പീഡ് ലൈറ്റോ വേറെ ഏതെങ്കിലും ഫ്ലാഷോ ഇത്തരം ഫ്ലാഷുകൾ ഫയർ ചെയ്താൽ ഇതൊരു സ്ലേവായി വർക്ക് ചെയ്യും. ഇനി സ്ലേവ് 2ൽ നമ്മൾ TTLൊക്കെ ഉപയോഗിക്കാൻ ഒരു പ്രീ ഫ്ലാഷ് ഫയർ ചെയ്യും. ആ പ്രീ ഫ്ലാഷിന് ഫ്ലാഷ് ഫയർ ചെയ്യില്ല. സെക്കൻഡ് ഫ്ലാഷ്, റിയൽ ഫ്ലാഷിന് ഇത് ഫയർ ചെയ്യും. അതാണ് S2. ഇനി മോഡൽ ലാമ്പ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാം. കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടാൽ നമ്മൾ ഈ മോഡൽ ലാമ്പ് ഓൺ ചെയ്താൽ കണ്ടിന്യൂസ് ആയിട്ട് മോഡൽ ലാമ്പ് കിടക്കും. നമ്മൾ ഓരോ ഫ്ലാഷിനും ഇത് കണ്ടിന്യൂസ് ആയിട്ട് കിടക്കും. ഇൻറ്റർ എന്നൊരു ഓപ്ഷനിലിട്ടാൽ ഓരോ ഫ്ലാഷ് ഫയർ ചെയ്യുമ്പോഴും മോഡൽ ലാമ്പ് ഓഫായിട്ട് ഫ്ലാഷ് ചാർജ് ആകുമ്പോൾ വീണ്ടും മോഡൽ ലാമ്പ് ഓൺ ആവും. അതാണ് ഈ ഓപ്ഷൻ. ഓഫായി ഓണായി കാണുന്നുണ്ട്. ഓഫാവുന്നു, ഓണാവുന്നു. അതാണ് ഇൻറ്റർ എന്നുള്ള ഓപ്ഷൻ. ഇനി സ്റ്റാൻഡ് ബൈ എത്ര നേരം ഫ്ലാഷ് സ്റ്റാൻഡ് ബൈ ഓണായിരിക്കണം എന്നുള്ള ഓപ്ഷനാണ്. അത് നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാം. എത്ര മിനിറ്റ് വേണം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ 120 2 മണിക്കൂർ വരെ നമുക്ക് ചെയ്യാം. അതാണ് സ്റ്റാൻഡ് ബൈ ഓപ്ഷൻ. ഇനി ഈ LCDയുടെ ലൈറ്റാണിത്. അത് 15 സെക്കൻഡ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓഫാകും. അല്ലെങ്കിൽ നമുക്ക് ഫുൾ ടൈം ഓഫ് ചെയ്തിടാം, അല്ലെങ്കിൽ ഫുൾ ടൈം ഓൺ ചെയ്തിടാം. അതാണ് ഈ ലൈറ്റ് എന്നുള്ള ഓപ്ഷനിലുള്ളത്. ഇനി ഡിലേ, ക്യാമറ ട്രിഗർ ചെയ്ത് കഴിഞ്ഞ് എത്ര സമയം കഴിഞ്ഞ് ഫ്ലാഷ് ഫയർ ചെയ്യണം എന്നുള്ളത് ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇങ്ങനെ 30 സെക്കൻഡ് വരെ നമുക്ക് ഡിലേ ആക്കാൻ പറ്റും. അത് ഞാനൊന്ന് ഇവിടെ കാണിക്കാം. 1 സെക്കൻഡ് നമുക്ക് ചെയ്യാം. കുറച്ചുകൂടെ 1:10 ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് ഫ്ലാഷ് ഫയർ ചെയ്യുന്നത്. അതാണ് ഈ ഡിലേ ഫ്ലാഷ്. ഇനി 3-4 ഫ്ലാഷ് വെച്ചിട്ട് ഓരോ ഫ്ലാഷും ഇൻ്റർവെല്ലിൽ ഫയർ ചെയ്യുന്ന ഓപ്ഷനാണ്. യൂണിറ്റ്സിൽ 2 മാസ്ക് എന്ന ഓപ്ഷൻ ഇട്ടാൽ ഓൾട്ടർനേറ്റീവിൽ 1 എന്ന നമ്പറിൽ നമ്മൾ സെലക്ട് ചെയ്താൽ ഇത് ട്രിഗറിൽ നമ്മൾ ഫ്ലാഷ് ഫയർ ചെയ്യുമ്പോൾ ഇത് 1 സെക്കൻഡ് ഡിലേ ആയി ഫയർ ചെയ്യും. ഇനി നമ്മളത് 2ലേക്കായാൽ ഫസ്റ്റ് ഫ്ലാഷ് ഫയർ ചെയ്യില്ല. രണ്ടാമത്തെ 1 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഫയർ ചെയ്യും. അതാണ് യൂണിറ്റ്സിൻ്റെ ഓപ്ഷൻ. ഇനി യൂണിറ്റ്സിൽ തന്നെ 3 ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ആ 3 ഓൾട്ടർനേറ്റീവ് ആണെങ്കിൽ നമ്മൾ തിരിച്ച് ഓൾട്ടർനേറ്റീവ് എന്ന ഓപ്ഷനിൽ വന്നാൽ 3 ഫ്ലാഷുകളുടെ സിമ്പിൾ വരും. നമുക്ക് എത്രാമത്തെ ഫ്ലാഷായി ഇതടിക്കണം നമുക്കിതിൽ സെറ്റ് ചെയ്യാം. ഇപ്പോൾ 1 ആണ്, നമുക്ക് വേണമെങ്കിൽ അത് 2 ആക്കാം, അല്ലെങ്കിൽ 3 ആക്കാം. ഇപ്പോൾ 2 ആക്കിയാൽ നമ്മൾ സെറ്റ് ചെയ്തു. ഫസ്റ്റ് ഫ്ലാഷ് ഫയർ ചെയ്യില്ല, സെക്കൻഡ് ഫ്ലാഷായിട്ട് ഇത് ഫയർ ചെയ്യും, തേർഡ് ഫ്ലാഷ് ഫയർ ചെയ്യില്ല.
വീണ്ടും ഫസ്റ്റ് ഫ്ലാഷ് ഫയർ ചെയ്യില്ല, സെക്കൻഡ് ഫ്ലാഷായി ഇത് ഫയർ ചെയ്യും. അത് ഒരു ഡിലേ ആയിട്ടാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ആ ഡിലേ നമ്മൾ കുറയ്ക്കാം. ഡിലേ 0 ആക്കിയാൽ നമുക്ക് ഡിലേ കിടക്കുന്നതാണ് അല്പം ഡിലേ വരുന്നത്. ഡിലേ ഓഫ് ചെയ്തു. ഇനി നമ്മൾ ഫയർ ചെയ്താൽ സെക്കൻഡ് ഫ്ലാഷായി ഇത് കിടക്കുകയാണ്. അത് ഓൾട്ടർനേറ്റീവിൽ മാറി നമ്മൾ ഇപ്പോൾ തേർഡ് ഫ്ലാഷ് ആക്കിയാൽ 1 ഫയർ ചെയ്യില്ല, 2 ഫയർ ചെയ്യില്ല, തേർഡ് ഫ്ലാഷായി നമ്മുടെ ഫ്ലാഷ് ഫയർ ചെയ്യും. ഇനി ഓൾട്ടർനേറ്റീവ് ഫ്ലാഷ് ആണെങ്കിൽ ഇതേപോലെ 4 ഫ്ലാഷ് വരും. അത് നേരത്തെ കാണിച്ച പോലെ ഏത് ഫ്ലാഷാണോ നമ്മുടേത് എത്രാമത് അടിക്കണം എന്ന് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഓൾട്ടർനേറ്റീവ്. ഇനി LCD ബ്രൈറ്റ്നസ്, ഈ ബാക്ക്ലിറ്റിൻ്റെ ബ്രൈറ്റ്നസ് വേരി ചെയ്യാവുന്ന ഓപ്ഷനാണിത്. അടുത്തത് ട്രിഗറും ഫ്ലാഷിൻ്റെ ID നമുക്കിതിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ID സെറ്റ് ചെയ്യാവുന്ന ട്രിഗറിൽ എത്രാമത്തെ ട്രിഗറാണോ ആ നമ്പർ തന്നെ ഇതിലും സെറ്റ് ചെയ്താൽ നമുക്ക് ആ ട്രിഗർ ഫയർ ചെയ്യുമ്പോൾ മാത്രം, ആ നമ്പറുള്ള ട്രിഗർ ഫയർ ചെയ്യുമ്പോൾ മാത്രം ഈ ഫ്ലാഷ് ഫയർ ചെയ്യും. അത് 1 മുതൽ 99 വരെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഫാക്ടറി റീസെറ്റാണിത്. നമ്മൾ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫാക്ടറിയിൽ നിന്ന് എങ്ങനെയാണോ ഈ ഫ്ലാഷ് യൂണിറ്റ് വന്നത് അതേ ഇതിലേക്ക് റീസെറ്റ് ആവും. ഇത്ര ഓപ്ഷൻസാണ് കസ്റ്റം ഫങ്ഷനിലുള്ളത്. ഇത്രയുമാണ് ഈ ലൈറ്റിനെ കുറിച്ച് പറയാനുള്ളത്. തുടർന്നുള്ള വീഡിയോയിൽ ഈ ലൈറ്റുകൾ ഉപയോഗിച്ച AD600 ലൈറ്റുകൾ ഉപയോഗിച്ചെടുത്ത ചിത്രങ്ങളും അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്.